ബ്രേക്കിംഗ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം നിഷേധിച്ച് ഡോക്ടർ. യുവതിയുടെ കാലിൽ പൊള്ളലേറ്റത് തന്റെ അശ്രദ്ധ കൊണ്ടല്ലെന്ന് ഡോക്ടർ ഗീത ഷാനവാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോട്ടറി ബേൺ കൺട്രോൾ ചെയ്യുന്നത് അനസ്തേഷ്യ വിഭാഗമാണ്. യുവതിക്ക് പൊള്ളലേൽക്കുന്ന സമയത്ത് അലാറം കേട്ടില്ലെന്നും ഡോക്ടർ പ്രതികരിച്ചു. അനസ്തീഷ്യ ടെക്നീഷ്യനും ഹെഡ് സിസ്റ്ററാണ്. കോട്ടറൊക്കെ പ്രോപ്പർലി വർക്കിംഗ് ഉണ്ടോ നോക്കേണ്ടത് ഹെഡ് സിസ്റ്ററാണ്. സാധാരണ കോട്ടർ ശരിക്കും പ്രോപ്പർലി പ്ലേസ്ഡ് അല്ലെങ്കിൽ ഒന്നുകിൽ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അലാറം വരും. രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്ലേറ്റ് വെച്ചാൽ ഇത് ന്യൂട്രൽ കിട്ടത്തുള്ളൂ, കോട്ടറി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ പ്ലേറ്റ് പ്രോപ്പർലി ആയില്ലെങ്കിലോ പ്ലേറ്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ സാധാരണ അലാറം അടിക്കണം. ഈ മെഷീനിൽ ഒരു അലാറവും അടിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാഞ്ഞത്. കോട്ടറി എന്ന് പറയുന്ന സാധനം ഞാനല്ല പ്രവർത്തിക്കുന്നത്. കോട്ടറിയുടെ ടിപ്പ് മാത്രമേ എനിക്ക് തരത്തുള്ളൂ. ബാക്കി കോട്ടറിയുടെ കംപ്ലീറ്റ് സംവിധാനം ഫ്ലോറിലിരിക്കുന്ന സ്റ്റാഫാണ് മോണിറ്റർ ചെയ്യുന്നത്. കോട്ടറി പ്ലേറ്റ് പേഷ്യന്റ് ബോഡിയിൽ വെക്കുന്നത് എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. സർജറി സൈറ്റിലുള്ള ഡോക്ടർ അല്ല ഇതൊന്നും നോക്കുന്നത്. അവിടെ ഫ്ലോറിൽ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇതൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഇതിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് എന്റെ ഫോൾട്ട് അല്ല. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ സോളമൻ, ആ ഒരു പൊള്ളലേറ്റ ഭാഗത്തിന്റെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നതാണ്. എത്ര ആശങ്കപ്പെടുത്തുന്നതായിരുന്നു അത് എന്നുള്ളത്. ഇതിപ്പോൾ ഡോക്ടർ ഗീത ഷാനവാസ് പറയുന്നത് തന്റെ ഭാഗം ക്ലിയർ ആക്കി കൈയൊഴിയുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നവരുടെ വാക്കുകളിൽ നിന്ന്? നിലവിൽ ശ്രുതി, ഇതിൽ ഡോക്ടർ ഗീത ഷാനവാസ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഇത് കോട്ടറി ബേൺ എന്ന് പറയുന്നത് വളരെ ബ്ലീഡിംഗ് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇവിടെ നെയ്യാറ്റിങ്കര കീഴാറ് സ്വദേശിയായിട്ടുള്ള ജിൻസിക്ക് 3 ആഴ്ചകൾക്ക് മുൻപാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ വെച്ച് ഈ സിസേറിയൻ നടക്കുന്നത്. ഈ സമയത്ത് ഡോക്ടറിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ മെഷീൻ്റെ ടിപ്പ് മാത്രമാണ്. അതായത് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം, അതായത് സിസേറിയൻ കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷം സാധാരണഗതിയിൽ മുന്നേക്ക് തുന്നലുകളാണ് നടത്തുന്നത്. ആ തുന്നലിന് പകരം വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്, അതായത് ഈ കോട്ടറി ബൺ എന്ന് പറയുന്നത്. അവിടെ കോട്ടറി ബൺ ഉപയോഗിക്കുമ്പോൾ അത് മാത്രമാണ് നോക്കുന്നത്. മറ്റൊന്ന്, ഒരു മോണിറ്റർ ഡോക്ടറിൻ്റെ മുൻവശത്തുണ്ടാകും. ആ മോണിറ്ററിന് പുറമെ ഈ കോട്ടറി ബണ്ണിന് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടറി ബണ്ണിൻ്റെ മെഷീനിൽ നിന്ന് അലാറം കേൾക്കുമെന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഓപ്പറേഷൻ നടക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ആ ഒരു അലാറം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ കോട്ടറി ബണ്ണിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഗീത ഷാനവാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് ഒരു ഫോൾട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കോട്ടറി ബണ്ണിൻ്റെ കൺട്രോൾ മുഴുവൻ ഇരിക്കുന്നത് അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അതിന് പുറമെ ഹെഡ് നേഴ്സിൻ്റെയും ഒരു ചുമതലയുണ്ട്. ഇവർ 3 പേർ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ 3 പേരോടും ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഡോക്ടർ തിരക്കിയിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അനസ്തേഷ്യ വിഭാഗവും പങ്കുവച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഡോക്ടർ ഗീത ഷാനവാസ് നിലവിൽ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടിനും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം നിലവിൽ ഇത് സംബന്ധിച്ച് ഈ ജിൻസിയുടെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ഗീത ഷാനവാസിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഇത് തൻ്റെ ഭാഗത്ത് വന്ന പിഴവല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിൽ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് നിലവിൽ കുടുംബത്തോടും ഈ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബം നിലവിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് നിലവിൽ നീക്കമിട്ടിരിക്കുന്നത്. ശ്രുതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.